ഹലോ ഹായ്. ഇന്ന് അൽറൊമാൻസിയുടെ ഒരു കോംബോ കിറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത് ഫുഡിൻ്റെ. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഡിന്നർ അതാണ്. എങ്ങനെയുണ്ടെന്ന് നമുക്ക് തുറന്നു നോക്കാം. സാധാരണ നമ്മൾ അവിടെ നിന്നല്ലേ കഴിക്കാറുള്ളത്. ഇത് ഫസ്റ്റ് ടൈമാണ് നമ്മളിന്ന് പാർസൽ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. നോക്കട്ടെ എന്തൊക്കെയുള്ള അതിൻ്റെ അകത്ത്. ഇത് ജെറീഷ്, ഇതാണ് ജെറീഷ് എന്നും പറഞ്ഞൊരു ഐറ്റമാണ്. ഇത് ഞാൻ സുജിത് ഭക്തന്റെ മറ്റേ വ്ളോഗിലാണ് കണ്ടത്, ജെറീഷ് എന്നും പറഞ്ഞ ഈ ഒരു ഐറ്റം. ഇത് ജസ്റ്റ് വെജിറ്റബിൾ കറിയാന്ന് തോന്നുന്നു. ഇതാണ് നമ്മുടെ ഐറ്റം. സാധാരണ മജ്ബൂതാണ് നമ്മൾ സാധാരണ. ഇത് ഇന്നത്തത് എന്താന്ന് വെച്ചാ ബിരിയാണിയാണോ? ബിരിയാണി അല്ല, അത് ഷവായി തന്നെയാണ്. ഷവായിൽ വേറെ സ്പെഷ്യൽ റൈസ് എങ്ങാണ്ട്, അതിൻ്റെ പേരെന്നാന്ന് അറിയില്ല റൈസിന്റെ. ഒരു 2 സ്പൂണുണ്ട് കറികളൊക്കെ. ഇത് വൈറ്റ് ആണ്, മറ്റേ നമ്മുടെ ഓറഞ്ച് പോലൊരു കളറുള്ള മസാലയാണ്. അതെ അതെ. ചൂട് പോയിട്ടുണ്ട്, ചൂട് കുറച്ച് പോയി. പക്ഷെ മണമൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും അൽറൊമാൻസി ആയതുകൊണ്ട് നല്ലതായിരിക്കും. അൽറൊമാൻസിയുടെ എല്ലാം കൊണ്ടും ഇഷ്ടമാണ്. അപ്പൊ നമുക്കിതെങ്ങനെ, ഇതെന്താണ് വേറെന്താ ഐറ്റം? ഇത് നമ്മൾ മറ്റേ ടേബിളിൽ വിരിക്കില്ലേ. നമുക്ക് കഴിച്ചു നോക്കാം. പ്ലേറ്റ് എന്നാ നോക്കേ. പ്ലേറ്റിന് ഇതിനവരുടെ സ്പൂണിൽ കഴിക്കാമല്ലോ. അല്ല, ഇതിലിട്ട് കഴിക്കാം. പ്ലേറ്റിലോ? അത് പിടിച്ച സ്പൂണൊക്കെ ഉണ്ട്, രാജകീയമായിട്ട് കഴിക്കാനാ. പിന്നെ രാജകീയം എന്നാലും അൽറൊമാൻസിയുടെ ആയതുകൊണ്ട് കുറച്ച് രാജകീയമായിരിക്കും അല്ലേ. പക്ഷെ എനിക്ക് വൈറ്റ് റൈസിനെക്കാട്ടും ഇഷ്ടം നമ്മുടെ ആ ഒരു ലൈറ്റ് ഓറഞ്ച്, ആ കളറ് ബ്രൗൺ റൈസാണ് ഇഷ്ടം. അയ്യോ, അതിന് പറയണ പേര് ബുഖാരി റൈസ് എന്നാണോ? ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ പ്ലേറ്റ് കഴിച്ചാൽ മതി, ഞാൻ ഇതിൽ കഴിച്ചോളാം. നിനക്ക് ചിക്കൻ വേണ്ടേ? ചിക്കൻ വേണം. ചിക്കൻ മതിയാ. ഇതാണ് നമ്മുടെ ജെറീഷ്. ഇതിന്റെ കൂടെ ഇളക്കി കഴിച്ചാൽ നല്ലത്. അയ്യേ, അല്ലല്ല, കഴിച്ചു നോക്കാം, ഇട്ട് നോക്കാം. അങ്ങനെയുള്ളതല്ല ഇത് എനിക്ക് തോന്നുന്ന സ്റ്റാർട്ടർ ആണ്, അല്ലെങ്കിൽ ഫുഡ് കഴിച്ചതിന് ശേഷമുള്ള. കഴിച്ചു നോക്കാം, നമ്മളിങ്ങനെയല്ലോ ഒരു കോംബോ റെഡി ആക്കാം. അതിന്റെ അകത്ത് ഉള്ളില്ലായിരിക്കും. ഇട്ട് നോക്കാം കുറച്ച് സ്പൂണില്. എന്നാ ഇൻസാന് മാത്രം കോംബോ ആയിട്ട് നമുക്ക് കൊടുക്കാമേ. എനിക്ക് തോന്നുന്നേ തണുത്തോണ്ടായിരിക്കും ഇങ്ങനെ ആയതല്ലെങ്കിൽ അറിയില്ല. ഇതാണോ ടേസ്റ്റ്? ഇത് ഓട്സ് ആണോ? അല്ലേ, ഓട്സ് ആണോ? ഗോതമ്പിന്റെ ടേസ്റ്റ്. ഗോതമ്പ് തന്നെ, ഗോതമ്പ് എന്തോ മിക്സ് ഒക്കെ ചെയ്ത് കുറച്ച് ഉള്ളി മാത്രം ഇതാക്കി ഇട്ടിരിക്കുന്നു തോന്നുന്നു ഫ്രണ്ടില്. ഗോതമ്പും നട്ട്സ് ഉണ്ടോ ഇതില്? ഉള്ളി ഫ്രൈ ചെയ്തിട്ടുണ്ടോ? ഗോതമ്പും എന്താന്നറിയില്ല കേട്ടോ, പക്ഷെ കൊള്ളാം. മധുരമൊന്നുമില്ല. ഒരു സ്പെഷ്യൽ ഒരു ഐറ്റം, പ്രത്യേകിച്ച് വികാരമൊന്നുമില്ല അല്ലേ. റൈസ് എങ്ങനെയുണ്ട്? കൊള്ളാമോ? അൽറൊമാൻസിയുടെ സ്പെഷ്യൽ ചട്നി ഉണ്ടല്ലോ. അയ്യോ, അത് കാണിച്ചില്ല. അതിനെ കാണിക്കാൻ എനിക്ക് ഇവിടുത്തെ വേറെ ഒരിടത്തെയും ഈ ചട്നി ഇഷ്ടമല്ല. എല്ലാം വേറൊരു ഫ്ലേവർ. നമ്മൾ പല കടകളിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നാട്ടിലെ തക്കാളി ചട്നി പോലെ. പക്ഷെ തക്കാളി അല്ല ഇത് നല്ലൊരു പ്രത്യേക അടിപൊളി ഒരു ടേസ്റ്റ് അവിടുത്തെ. തക്കാളി തന്നെ, പക്ഷെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. ഞാൻ ഈ പാത്രത്തിൽ ഫുള്ള് കഴിക്കാം. ചിക്കൻ ഇങ്ങോട്ട് ഇട്. എന്നൊക്കെ ഇത്രയും. അപ്പൊ ഇതെങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കട്ടെ. കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം. എങ്ങനെയുണ്ട് ചിക്കൻ? ഷവായി ചിക്കൻ ആയതുകൊണ്ട് നല്ല ജ്യൂസി ചിക്കൻ. അല്ല, ഇതിലും ജ്യൂസ് ചെയ്യാൻ തോന്നുന്നു. മജ്ബൂതിന്റെ ഇതിലും ജ്യൂസ്. പക്ഷെ ഇതും കൊള്ളാം. പിന്നെ അത് നല്ല ചൂടോടല്ലേ നമ്മൾ കഴിക്കുന്നത്. അപ്പൊ ഒരു പ്രത്യേക എല്ലാ ആഹാരവും ചൂട്. അതെ, ഞാൻ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ഇവളിതുവരെ കഴിച്ചു കഴിഞ്ഞില്ല. എനിക്ക് ഇച്ചിരി സമയം എടുക്കും കഴിക്കാൻ വേണ്ടി. അപ്പൊ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ചെറിയൊരു വീഡിയോ. എല്ലാവർക്കും. ജെറീഷ് കഴിച്ചില്ലല്ലോ. ജെറീഷ് പിന്നെ കഴിക്കാം. പക്ഷെ സംഗതി നല്ലതാ. ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ചോറിൻ്റെ മിക്സ് ചെയ്യുന്നില്ല, എല്ലാം കഴിക്കുന്ന ടേസ്റ്റ്. അപ്പോൾ ഇനി അടുത്തൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ ബൈ.